അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. വാവ്, ഇയാളുടെ മുടിക്കിപ്പോ നല്ല ഉള്ള നീളം വന്നല്ലോ. എന്റെ മുടി നോക്ക്. നീ നിന്റെ വൈറ്റമിൻ ഡി ലെവൽസ് ഒന്ന് ചെക്ക് ചെയ്യ്. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 27 ശനിയാഴ്ച. രാജ്ഭവന്റെ പരിഗണനയിലിരുന്ന 5 ബില്ലുകളിലും ഒപ്പിട്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഭൂപതിവ് നിയമ ഭേദഗതി ബിൽ, നെൽവയൽ നീർത്തട നിയമ ഭേദഗതി ബിൽ, ക്ഷീരസഹകരണ ബിൽ, സഹകരണ നിയമ ഭേദഗതി ബിൽ, അബ്കാരി നിയമ ഭേദഗതി ബിൽ എന്നീ ബില്ലുകളിലാണ് ഒപ്പുവെച്ചിരിക്കുന്നത്. ഈ ബില്ലുകൾ പാസാക്കുന്നില്ലെന്നത് കാട്ടി CPM ഗവർണർക്കെതിരെ സമരം നടത്തിയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് 71.16% പോളിംഗ് രേഖപ്പെടുത്തിയെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വീട്ടിലെ വോട്ടും തപാൽ വോട്ടും ചേർക്കാതെയാണ് പുതിയ കണക്ക്. ഇതിൽ ഇനിയും മാറ്റം വരാമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ലോക്സഭാ മണ്ഡലങ്ങളുടെ സൂക്ഷ്മ വിലയിരുത്തലുകളുമായി പാർട്ടികൾ. പോളിംഗ് ശതമാനത്തിലെ കുറവ് തങ്ങളെ ബാധിക്കില്ലെന്ന് 3 മുന്നണികളും അവകാശവാദം ഉന്നയിച്ചു. ചൂടാകാൻ കാരണമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. പോളിംഗ് ശതമാനത്തിലെ കുറവിൽ നേരിയൊരു ആശങ്ക ഉള്ളിലുണ്ടെങ്കിലും എല്ലാം ഭദ്രമെന്ന് UDFും. ഭരണവിരുദ്ധ വികാരം ഇല്ലാത്തതിന്റെ തെളിവാണ് പോളിംഗ് ശതമാനം ഉയരാത്തതെന്ന് LDFും അഭിപ്രായപ്പെട്ടു. ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം ഇത്തവണ ഇടതിനാണെന്നും പലയിടത്തും അവസാന നിമിഷം ജയസാധ്യത തെളിഞ്ഞെന്നും LDF പറയുന്നു. തിരുവനന്തപുരത്തും തൃശൂരിലും ജയസാധ്യതയുണ്ടെന്ന് BJPയും വ്യക്തമാക്കി. വടകര മണ്ഡലത്തിൽ മാത്രമാണ് പോളിംഗ് നീണ്ടതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ. ഇന്നലെ ഉത്തര കേരളത്തിൽ ഉയർന്ന താപനിലയാണ് രേഖപ്പെടുത്തിയത്. ചൂട് കാരണം ആളുകൾ ഉച്ചയ്ക്ക് 3 മണിക്ക് ശേഷമാണ് ബൂത്തിലേക്ക് എത്തിയത്. ബീപ് ശബ്ദം കേൾക്കാൻ വൈകിയെന്ന പരാതി ഇതുവരെ കിട്ടിയിട്ടില്ല. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ബോധപൂർവമായ ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല. പരാതി കിട്ടിയാൽ ഉറപ്പായും പരിശോധിക്കുമെന്നും ചിലയിടങ്ങളിൽ വോട്ട് ചെയ്യാൻ സമയം കൂടുതലെടുത്തുവെന്നും സഞ്ജയ് കൌൾ വ്യക്തമാക്കി. കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രക്രിയ അലങ്കോലമാക്കിയെന്ന് KC വേണുഗോപാൽ. പോളിംഗ് ശതമാനം കുറയ്ക്കാൻ ബോധപൂർവമായ ഇടപെടലുകളുണ്ടായെന്നും തെരഞ്ഞെടുപ്പ് ഹൈജാക്ക് ചെയ്യാൻ CPM ശ്രമിച്ചെന്നും അദ്ദേഹം ആരോപിച്ചു. ഉദ്യോഗസ്ഥർ വോട്ടർമാരെ പീഡിപ്പിച്ച തെരഞ്ഞെടുപ്പാണ് ഇന്നലെ ഉണ്ടായത്. താമസം നേരിട്ട 90% ബൂത്തുകളും UDFന് മേൽക്കൈയുള്ള ബൂത്തുകളായിരുന്നുവെന്നും KC വേണുഗോപാൽ വ്യക്തമാക്കി. തൃശൂരിൽ BJP കള്ളവോട്ടിന് ശ്രമിച്ചുവെന്ന ആരോപണവുമായി UDF സ്ഥാനാർത്ഥി K മുരളീധരൻ. തൃശൂരിൽ BJP ഫ്ളാറ്റുകളിൽ കള്ളവോട്ട് ചേർത്തുവെന്നും ഇതിന് BLOയുടെ ഒത്താശയുണ്ടായിരുന്നുവെന്നും പൂങ്കുന്നം ഹരിശ്രീയിൽ ക്രോസ് വോട്ട് നടന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ BJP വട്ടപൂജ്യമായിരിക്കുമെന്നും കാണാൻ വരുന്നവരുടെയും ടാറ്റ കാണിക്കുന്നവരുടെയും കണക്കെടുത്ത് ഏതെങ്കിലും സ്ഥാനാർത്ഥി വിജയിച്ചിട്ടുണ്ടോയെന്നും സിനിമാ നടനെ കാണാൻ വരുന്നവർ വോട്ടാവണമെന്നില്ലെന്നും K മുരളീധരൻ വ്യക്തമാക്കി. അതേസമയം ക്രോസ് വോട്ടിംഗ് ഉണ്ടായാൽ തിരിച്ചടിയാകില്ലെന്ന് NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി. ഈശ്വര വിശ്വാസിയാണെന്നും യാതൊരു വ്യാകുലതയും ഇല്ലെന്നും അദ്ദേഹം പറഞ്ഞു. തനിക്ക് മതത്തിന്റെ പ്ലസ് വേണ്ടെന്നും കാഫിർ എന്ന് വിളിച്ചുള്ള വോട്ട് തനിക്ക് വേണ്ടെന്നും വടകരയിലെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ. വ്യാജ പോസ്റ്റിനെ എതിർ സ്ഥാനാർത്ഥി തള്ളി പറഞ്ഞില്ല. അവരത് മനഃപൂർവ്വം തനിക്കെതിരെ പ്രയോഗിച്ചു. വർഗീയതയുടെ പട്ടം ചാർത്തി കിട്ടുന്നത് രസകരമായ അനുഭവമല്ല. വ്യാജ പോസ്റ്റ് തന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമമാണെന്നും ഇത് തരം താഴ്ന്ന നടപടിയാണെന്നും വടകരയിൽ താൻ ജയിക്കുമെന്ന് LDFനെ ബോധ്യപ്പെട്ടുവെന്നും ഷാഫി പറമ്പിൽ വ്യക്തമാക്കി. പത്മജ വേണുഗോപാലിനെ വെല്ലുവിളിച്ച് UDF കാസർഗോഡ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ. താൻ BJPയിൽ പോകുമെന്ന പത്മജയുടെ വാക്കുകളെ രാജ്മോഹൻ ഉണ്ണിത്താൻ തള്ളി. മരിക്കും വരെ താൻ കോൺഗ്രസുകാരനായിരിക്കുമെന്നും പത്മജ എന്നെക്കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്മോഹൻ ഉണ്ണിത്താൻ തുറന്നു പറയാൻ തുടങ്ങിയാൽ പത്മജ പുറത്തിറങ്ങി നടക്കില്ല. 1973 മുതലുള്ള ചരിത്രം താൻ വിളിച്ചു പറയും. ആ ചരിത്രമൊക്കെ നന്നായിട്ട് അറിയുന്ന ആളാണ് താനെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പ്രതികരിച്ചു. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലെയുള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തിറങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. കേരളത്തിന്റെ ചുമതലയുള്ള BJP നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയ സംഭവത്തിൽ LDF കൺവീനർ EP ജയരാജനെതിരെ പാർട്ടി നടപടിക്കൊരുങ്ങുന്നതായി സൂചന. മകന്റെ ഫ്ളാറ്റിലെത്തി BJP നേതാവ് കണ്ടത് പാർട്ടിയെ അറിയിച്ചില്ലെന്നത് തെറ്റായി കണക്കാക്കിയേക്കും. സംസ്ഥാന തലത്തിൽ ആദ്യം പ്രശ്നം ചർച്ച ചെയ്യും. ഇതിനുശേഷം കേന്ദ്ര നേതൃത്വം വിഷയം പരിശോധിക്കുമെന്നാണ് വിവരം.
തിങ്കളാഴ്ച CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്ന സാഹചര്യത്തിൽ EP ജയരാജനെതിരായ പാർട്ടി നിലപാട് വ്യക്തമായേക്കും. രാഷ്ട്രീയ നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചകളിൽ എന്താണ് തെറ്റെന്ന് കേരളത്തിന്റെ ചുമതലയുള്ള BJP നേതാവ് പ്രകാശ് ജാവ്ദേക്കർ മുതിർന്ന CPM നേതാവ് EP ജയരാജനുമായി മാത്രമല്ല കേരളത്തിൽ നിന്നുള്ള എല്ലാ കോൺഗ്രസ് MPമാരുമായും ചർച്ച നടത്തിയിരുന്നതായും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ CPMന് ഒരു MP മാത്രമേയുള്ളൂ. ബാക്കിയുള്ളവരുമായി ചർച്ച നടത്തിയിരുന്നു. കോൺഗ്രസ് മാത്രമല്ല CPM, CPI നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തിയെന്നും അദ്ദേഹം വ്യക്തമാക്കി. EP ജയരാജൻ BJPയിൽ പോകുമെന്നത് പച്ച നുണയാണെന്ന് MV ജയരാജൻ. കോൺഗ്രസ് നേതാക്കളുടെ BJP പ്രവേശനവും EPയുമായി ബന്ധപ്പെട്ട പ്രശ്നവും തമ്മിൽ ഒരു താരതമ്യവും അർഹിക്കുന്നില്ല. ഐ വിൽ ഗോ വിത്ത് BJP എന്ന് പറഞ്ഞത് KPCC പ്രസിഡന്റ് തന്നെയാണെന്നും തെരഞ്ഞെടുപ്പിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ കോൺഗ്രസിൽ നിന്ന് 39 പേരാണ് BJPയിലേക്ക് പോയതെന്നും MV ജയരാജൻ പറഞ്ഞു. ആരെങ്കിലും ചൂണ്ടിക്കാണിക്കുന്നിടത്തേക്ക് EP ജയരാജൻ നിഷ്കളങ്കമായി പോകരുതായിരുന്നുവെന്ന് മുതിർന്ന നേതാവും LDF സ്ഥാനാർത്ഥിയുമായ തോമസ് ഐസക്. വിഷയത്തിലെ എന്റെ അഭിപ്രായം ഘടകത്തിൽ പറയും. ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞതിനപ്പുറം മറ്റൊന്നും പറയാനില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ ഇടതുമുന്നണി കൺവീനർ EP ജയരാജൻ പ്രകാശ് ജാവ്ദേക്കറുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ പ്രതികരിക്കാനില്ലെന്നും കേരളത്തിലെ പാർട്ടി നേതാക്കൾ സംസാരിച്ചിട്ടുണ്ടെന്നും CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വ്യക്തമാക്കി. EP ജയരാജൻ എല്ലാവരോടും അടുപ്പത്തോടെ പെരുമാറുന്ന പ്രകൃതക്കാരനാണെന്നും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സത്യസന്ധതയിൽ സംശയമില്ലെന്നും VS സുനിൽകുമാർ. EP ജയരാജനും കേരളത്തിന്റെ ചുമതലയുള്ള BJP നേതാവ് പ്രകാശ് ജാവ്ദേക്കറും കൂടിക്കാഴ്ച നടത്തിയത് വിവാദമായ സാഹചര്യത്തിൽ പ്രതികരിക്കുകയായിരുന്നു VS സുനിൽകുമാർ. EP ജയരാജൻ പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ചയിൽ ഒന്നാം പ്രതി പിണറായി വിജയനെന്ന് രമേശ് ചെന്നിത്തല. പിണറായി തുടർഭരണം ഉറപ്പാക്കിയത് BJPയുടെ വോട്ട് വാങ്ങിയാണ്. മുഖ്യമന്ത്രി അറിഞ്ഞായതിനാൽ EPയുടെ പേരിൽ ഒരു നടപടിയുണ്ടാകില്ലെന്നും ചെന്നിത്തല പറഞ്ഞു. അതോടൊപ്പം EPയുടെ പ്രസ്താവന വോട്ടെടുപ്പിൽ UDFന് ഗുണം ചെയ്തുവെന്നും അദ്ദേഹം പറഞ്ഞു. മൂന്നാറിലെ കന്നിമല ലോവർ ഡിവിഷനിൽ 4 ദിവസം മുമ്പ് കൂട്ടത്തോടെ കടുവകൾ ഇറങ്ങി. കന്നിമലയിലെ ജനവാസ മേഖലയ്ക്ക് സമീപം വന അതിർത്തിയിലാണ് 3 കടുവകൾ എത്തിയത്. നേരത്തെയും കടുവയുടെ ആക്രമണത്തിൽ നിരവധി പശുക്കൾ ചത്ത പ്രദേശമാണ് കന്നിമല. ഇവിടെ കടുവകൾ സ്ഥിരമായി ജനവാസ മേഖലയിൽ എത്തുന്നു എന്ന് നാട്ടുകാരുടെ പരാതിയുണ്ട്. ഇപ്പോൾ നിക്ഷേപങ്ങൾക്ക് 8.5% പലിശയുമായി KSFE നേട്ടം പ്ലസ്. ഇതിലും മികച്ചത് മറ്റൊന്നില്ല. മണിപ്പൂരിലെ ബിഷ്ണുപൂർ ജില്ലയിൽ തീവ്രവാദികൾ നടത്തിയ വെടിവെപ്പിൽ 2 CRPF ജവാന്മാർ വീരമൃത്യു വരിച്ചു. വെടിവെപ്പിൽ 2 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. താഴ്വരയിലെ CRPF പോസ്റ്റുകൾ ലക്ഷ്യമാക്കി നടത്തിയ വെടിവെപ്പിലാണ് CRPF സബ് ഇൻസ്പെക്ടർ N സർക്കാർ, കോൺസ്റ്റബിൾ അരൂപ് സൈനി എന്നിവർ മരിച്ചത്. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കെത്തിയ CRPF ജവാന്മാരാണ് ആക്രമണത്തിന് ഇരയായത്. നരൻസീന ഗ്രാമത്തിലെ ഒരു മലഞ്ചെരുവിൽ നിന്ന് താഴ്വര മേഖലയിലെ IRB ക്യാമ്പിന് നേരെ തീവ്രവാദികൾ വെടിയുതിർക്കുകയായിരുന്നു. നൂറുകണക്കിന് പ്രമുഖർ ഇന്ന് BJPയിൽ ചേരുമെന്ന് BJP. ഇന്ന് ദില്ലിയിലെ BJP ആസ്ഥാനത്ത് എല്ലാവരും എത്തുമെന്നും ദേശീയ പ്രസിഡന്റ് JP നദ്ദയുടെ സാന്നിധ്യത്തിൽ BJPയിലേക്ക് ചേർന്ന് അംഗത്വമെടുക്കുമെന്നാണ് അറിയിപ്പ്. മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമിതിയിൽ നിന്ന് രാജിവെച്ച് മഹാരാഷ്ട്രയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ മുഹമ്മദ് ആരിഫ് നസിംഗാൻ. മഹാവികാസ് അഘാഡി സഖ്യം സംസ്ഥാനത്തെ ഒരു മുസ്ലിം നേതാവിനെ പോലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരിഗണിച്ചില്ലെന്ന് പ്രതിഷേധിച്ചാണ് രാജി. സമൂഹ മാധ്യമങ്ങളിലൂടെ മതവിദ്വേഷം പരത്താൻ ശ്രമിച്ചെന്ന പരാതിയിൽ കർണാടകയിലെ പ്രമുഖ BJP നേതാവും BJP ദേശീയ ജനറൽ സെക്രട്ടറിയുമായ CT രവിക്ക് എതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം പോലീസ് കേസെടുത്തു. മതം പറഞ്ഞ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ Xലൂടെ നടത്തിയ വോട്ടഭ്യർത്ഥന വലിയ വിവാദമായതിന് പിന്നാലെയാണ് പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് BJP നേതാവിനെതിരെ കേസെടുത്തത്. പരീക്ഷയുടെ ഉത്തരപേപ്പറിൽ ജയ് ശ്രീറാം എഴുതിയവരും ക്രിക്കറ്റ് താരങ്ങളുടെ പേരെഴുതി വെച്ചവരുമൊക്കെ പാസായ സംഭവത്തിൽ 2 അധ്യാപകർക്കെതിരെ നടപടി. ഉത്തർപ്രദേശിലെ വീർ ബഹാദൂർ സിംഗ് പൂർവാഞ്ചൽ യൂണിവേഴ്സിറ്റിയിലെ ഫാർമസി വിദ്യാർത്ഥികളുടെ പരീക്ഷ പേപ്പറാണ് വിവാദമായത്. തുടർന്ന് മൂല്യനിർണ്ണയം നടത്തിയ ഡോക്ടർ വിനയ് വർമ്മ, മനീഷ് ഗുപ്ത എന്നീ പ്രൊഫസർമാരെ സസ്പെൻഡ് ചെയ്തു. ഉപഭോക്താക്കൾ തമ്മിലുള്ള ആശയവിനിമയത്തിന്റെ സ്വകാര്യത ഉറപ്പുവരുത്തുന്നതിനായി ഏർപ്പെടുത്തിയ end-to-end എൻക്രിപ്ഷൻ സംവിധാനം അവസാനിപ്പിക്കാൻ നിർബന്ധിതരായാൽ ഇന്ത്യയിൽ സേവനം അവസാനിപ്പിക്കുമെന്ന് വാട്സ്ആപ്പ്. ഡൽഹി ഹൈക്കോടതിയിലാണ് വാട്സ്ആപ്പിനായി ഹാജരായ അഭിഭാഷകൻ ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന് ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.